നാം അറബി അക്കങ്ങൾ ആദ്യം 1 മുതൽ 1,00,000 വരെയുള്ള അക്കങ്ങളെ സംബന്ധിച്ച് പഠിച്ചു. അത് സാധാരണ ഓഫീസുകളിലും മദ്രസയിലും ഒക്കെ പഠിക്കുന്ന ആ രീതി, അതായത് വാഹിദ്, ഇസ്നാനി, സലാസ, അർബഅ എന്നുള്ള രീതിയിലുള്ള ആ അക്കങ്ങളായിരുന്നു. അതിനുശേഷം ഈ ഗൾഫിൽ അറബികൾ സംസാരിക്കുന്ന ശൈലിയുണ്ട് അക്കങ്ങൾ. അതൊരു ചെറിയൊരു വ്യത്യസ്തമായിട്ടാണ് അവർ സംസാരിക്കുന്നത്. ആ രീതിയിൽ ചില ആളുകൾ പറഞ്ഞ് അങ്ങനെ കൊടുക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ 1 മുതൽ 1,00,000 വരെയും ആ അക്കങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതായത് വാഹിദ്, ഇസ്നാനി, സലാസ എന്ന് ഓഫീസ് വർക്കുകൾക്കൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അറബികൾ അങ്ങനെയല്ല പറയുന്നത്. വാഹിദ്, ഇസ്നാനി എന്നുള്ളത് ഇസ്നൈനി എന്നായിരുന്നു. അങ്ങനെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അതെല്ലാം ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ എൻ്റെ മുൻ വീഡിയോകളിൽ അത് കണ്ട് മനസ്സിലാകാത്തവർ വീണ്ടും ഒന്നും കാണുക. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. അങ്ങനെ നിങ്ങൾ എന്നെ സഹായിക്കണം. ഇപ്പം നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ സാധനങ്ങളുടെ, വസ്തുക്കളുടെ നാമങ്ങൾ. അത് ജീവനുള്ളതും ജീവനില്ലാത്തതും, അങ്ങനെ തൊഴിലാളികളുടെ, ഉദ്യോഗസ്ഥന്മാരുടെ അത് സംബന്ധിച്ചുള്ളതും, അങ്ങനെ എല്ലാത്തിൻ്റെയും അറബ് പദങ്ങൾ, അതിൻ്റെ മലയാളവും കൂടെ ഉൾപ്പെടുത്തിയാണ് നാം ഇന്ന് പഠിക്കുന്നത്. ഖാലിൻ എന്ന് പറഞ്ഞാൽ ഖാലി എന്ന് ഈ ഫുൾ സ്റ്റോപ്പ് ആകുമ്പോൾ സുക്കൂൻ കൊടുത്ത്, അറബ് ഭാഷയിൽ അങ്ങനെ അവസാനം ഈ ഖാലിൻ എന്ന് പറഞ്ഞാൽ ഖാലി ഇവിടെ സുക്കൂൻ കൊടുത്ത് സാധാരണ മിക്ക പദങ്ങളിലും ഉപയോഗിക്കും. ഇവിടെ ഖാലി എന്ന് പറയും. ഖാലി എന്ന് പറയും. ഖാലി എന്ന് പറഞ്ഞാൽ ജഡ്ജി. ഖാലി ജഡ്ജി. ഫല്ലാഹ് കർഷകൻ. ഖാലി ജഡ്ജി, ഫല്ലാഹ് കർഷകൻ. സായിഖ് എന്ന് പറഞ്ഞാൽ ഡ്രൈവർ. സായിഖ് ഡ്രൈവർ. ബയ്യാഴ് എന്ന് പറഞ്ഞാൽ സെയിൽസ് മാൻ. ബയ്യ എന്ന് പറഞ്ഞാൽ ബിസിനസ്, കച്ചവടം. ബയ്യാഴ് എന്ന് പറഞ്ഞാൽ സെയിൽസ് മാൻ. സെയിൽസ് മാൻ. ഹാഫിൽ വാർഡൻ, കാവൽക്കാരൻ, സൂക്ഷിപ്പുകാരൻ, വാർഡൻ, മനഃപ്പാടമാക്കിയവൻ എന്നെല്ലാം സന്ദർഭം അനുസരിച്ച് ഇതിനെ ഉപയോഗിക്കാറുണ്ട്. ഹാഫിൽ മനഃപ്പാടമാക്കിയവനാണ്, സൂക്ഷിപ്പുകാരനാണ്, വാർഡനാണ്. അപ്പം ഹാഫിൽ, വാർഡൻ. എല്ലാ ഭാഷയ്ക്കും ഒരു പദത്തിന് ഒരു 300ഓളം അർത്ഥങ്ങൾ, വ്യത്യസ്ത അർത്ഥങ്ങളുണ്ട്. അത് അറബ് ഭാഷയിലും ഇംഗ്ലീഷിലും എല്ലാം ഉണ്ട്, മലയാളത്തിലും ഉണ്ട്. വീടിന് നമ്മൾ മലയാളത്തിൽ പറഞ്ഞാൽ വീടിന് ഭവനം, ആലയം, ഗ്രഹം. ഭവനം, ആലയം, ഗ്രഹം എന്നെല്ലാം പറഞ്ഞാൽ വീട് തന്നെ. ഭവനം വീട്, ആലയം വീട്, ഗ്രഹം വീട്, വീടിന് വീട്. ഇങ്ങനെ വ്യത്യസ്ത പദങ്ങൾ, അത് പര്യായ പദത്തിൽപ്പെടും. ഇതെല്ലാം സന്ദർഭം അനുസരിച്ചാണ് ഇതിനെ നമ്മൾ അർത്ഥം വെക്കുന്നത്. ഇപ്പോൾ ഹാഫിൽ, വാർഡൻ. ഒന്നുകൂടെ പറയാം. ഖാലിൻ, അപ്പോൾ ഖാലി ജഡ്ജി. ഖാലി ജഡ്ജി.
ഫല്ലാഹ് കർഷകൻ, ഫല്ലാഹ് കർഷകൻ. സായിഖ്, സായിഖ് ഡ്രൈവർ, സായിഖ് ഡ്രൈവർ. ബയ്യാഴ് സെയിൽസ്മാൻ. ഹാഫിൽ, ഹാഫിൽ വാർഡൻ. ഹാരിസ്, ഹാരിസ് ഹാരിസ് എന്ന് പറഞ്ഞാൽ കാവൽക്കാരൻ, ഹാരിസ് കാവൽക്കാരൻ. ജാസൂസ്, ജാസൂസ് ചാരൻ എന്ന് പറഞ്ഞാൽ രഹസ്യം പിടിച്ചെടുക്കുന്നയാൾ, അതിനാണല്ലോ ചാരൻ എന്ന് പറഞ്ഞാൽ. അല്ലാതെ ചാരക്കച്ചവടക്കാരനെ അല്ല ചാരൻ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ചിലരങ്ങനെ ചിന്തിക്കും, ചാരൻ എന്ന് പറഞ്ഞാൽ എന്തുവാണ്, ചാരോ എന്നാണോ ചാരൻ എന്നല്ല. ജാസൂസ് രഹസ്യാന്വേഷണം, രഹസ്യം പിടിച്ചെടുക്കുന്നയാൾ, മറ്റുള്ളവരുടെ സീക്രട്ട് രഹസ്യം പിടിക്കുന്ന ആളിൻ്റെ പേരാണ് ചാരൻ. അതിന് അറബിൽ ജാസൂസ് എന്ന് പറയും, ജാസൂസ്. ഹാരിസ് കാവൽക്കാരൻ, ജാസൂസ് ചാരൻ. ബഹാർ, ബഹാർ നാവികൻ. ബഹാർ, ബഹർ എന്ന് പറഞ്ഞാൽ സമുദ്രം, കടൽ. ബഹാർ എന്ന് പറഞ്ഞാൽ നാവികൻ. ഹമ്മാൽ, ഹമ്മാൽ, ഹമ്മാൽ എന്ന് പറഞ്ഞാൽ പോർട്ടർ. ഹമ്മാൽ, ഹമ്മാൽ പോർട്ടർ. കാളി, കാളിൻ ജഡ്ജി. ഫല്ലാഹ് കർഷകൻ. സായിഖ് ഡ്രൈവർ. ബയ്യാഴ് സെയിൽസ്മാൻ. ഹാഫിൽ വാർഡൻ. ഹാരിസ് കാവൽക്കാരൻ, ഹാരിസ് കാവൽക്കാരൻ. ജാസൂസ് ചാരൻ. ബഹാർ നാവികൻ. ഹമ്മാൽ പോർട്ടർ, ഹമ്മാൽ പോർട്ടർ. മനസ്സിലാകാത്തവർ വീണ്ടും വീഡിയോ ആവർത്തിച്ച് കാണുക.